തൃശൂർ ചാലക്കുടിയിലും കൊരട്ടി ചിറങ്ങരയിലും പുലിഭീതി തുടരുന്നു. രണ്ടിടങ്ങളിലും കൂടുകൾ സ്ഥാപിച്ചെങ്കിലും പുലി കൂട്ടിൽ കയറാത്തത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തലവേദനയാവുകയാണ്. ഇതിനിടെയാണ് അന്നനാട് പുലിയുടെ ആക്രമണമുണ്ടായത്. മാർച്ച് 14-നാണ് കൊരട്ടി ചിറങ്ങര മംഗലശ്ശേരിയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയത്. 24-ന് ചാലക്കുടി നഗരത്തിൽ കണ്ണമ്പുഴ ദേവീക്ഷേത്രത്തിന് സമീപവും പുലിയെ കണ്ടു. ഇതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിവേഗത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുകൾ സ്ഥാപിച്ചത്. എന്നാൽ കൂടുകൾ സ്ഥാപിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പുലിയെ പിടികൂടാനായില്ല. ഇതോടെയാണ് ഇവിടെ സ്ഥാപിച്ച കൂടുകളിലൊന്ന് ചാലക്കുടി നഗരത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ നഗരത്തിലും കൂടുവെച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുലി കെണിയിലായില്ല. നഗരത്തിൽ പുലിയെ കണ്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചിറങ്ങര കൊരട്ടി മേഖലകളിലൊക്കെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജനങ്ങളിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഭയാശങ്കകളുണ്ട്. അപ്പോൾ അടിയന്തരമായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന ഇതുപോലുള്ള മൃഗങ്ങളെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള അനുമതി തേടാനായിട്ട് DFOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിനിടെയാണ് അന്നനാട് കുറുവക്കടവിൽ പുലി വളർത്തുനായയെ ആക്രമിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും വനം വകുപ്പും പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. അതേസമയം പുലിയെ കണ്ടതായി തുടർച്ചയായി വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പോലീസും വനം വകുപ്പും ആവർത്തിച്ചു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ചിലർ അഭ്യൂഹങ്ങൾ പരത്തുന്നതും ജനങ്ങളുടെ ഭീതി ഇരട്ടിയാക്കുകയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.